Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് ആണ് കാണിക്കുന്നത്. കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏത് ബ്രാൻഡ് ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മധുരത്തിനായിട്ട് നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് 250 ഗ്രാം ശർക്കരയാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് 250 ml പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ പാല് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ കുറച്ച് നേരം മുൻപെടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാ നീര് ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാല് പിരിഞ്ഞു കിട്ടും. പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പാല് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 250 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1/2 കപ്പ് അതായത് 125 ml റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിഫൈൻഡ് ഓയിൽ ചേർത്താലും മതിയാകും. ശർക്കരയൊക്കെ കട്ടകളായിട്ടാണ് കിടക്കുന്നത്. ഞാനിത് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ പോവുകയാണ്. ശർക്കരയുടെ കട്ടകളൊക്കെ ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് അഥവാ വാനില എക്സ്ട്രാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കറുകപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഗോതമ്പ് പൊടി 1.5 കപ്പ് ഞാൻ മെഷർ ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് അരിച്ചെടുത്തു. ഇനി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഒരു പ്രാവശ്യം കൂടെ അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ 2 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് സാവധാനം ഒരു തവി ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കട്ട കൂടാതെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഗോതമ്പ് പൊടി 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാല് റൂം ടെമ്പറേച്ചറിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മാവ് ലൂസാക്കി എടുക്കാം. നമ്മൾ പിരിച്ചെടുത്ത പാല് ബേക്കിംഗ് സോഡയായിട്ട് റിയാക്ട് ചെയ്ത് കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് പറയണത്. തണുത്ത പാല് ചേർത്ത് കൊടുത്താൽ ഈ ഒരു റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഹാർഡായിട്ടിരിക്കും. ഞാനിവിടെ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടാണ് മാവ് നല്ല ലൂസായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. ഇന്ന് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ്. ഈ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കേക്ക് നമുക്ക് കുക്കറിലും തയ്യാറാക്കിയെടുക്കാം. ബ്രെഡ് റോളിൻ്റെയും കസ്റ്റർഡ് ബണ്ണിൻ്റെയും ഒക്കെ റെസിപ്പിയിൽ ഞാൻ കാണിച്ചതുപോലെ തന്നെ നമുക്ക് കുക്കറിലും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. ഇതിന് മുകളിലായിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഡേറ്റ്സ്, അതുപോലെ തന്നെ വാൾനട്ട്, കാഷ്യൂസ്, പിസ്ത ഇതൊക്കെയാണ് ഞാൻ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കേക്കിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മുടെ ഓവൻ 185 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. 185 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം.
മിനിറ്റ്സിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കോല് വെച്ച് കുത്തി നോക്കാം. കേക്ക് ഇവിടെ നല്ലോണം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കൂടി നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ആറാനായിട്ട് കുറച്ചു നേരം മാറ്റി വെക്കാം. ആറിയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു പീസ് ഞാൻ മുറിച്ച് കാണിക്കാം. കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.